നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പക്ഷേ തമിഴ്നാട്ട് രാഷ്ട്രീയത്തിലൊരു വലിയ ക്രൈസിസ് നടക്കുകയാണ്. അതെ, വിജയ് ആര് മുഖ്യമന്ത്രിയാകാൻ പറ്റും എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. ആര് മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകളാണ് എന്നതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ വിജയ്ക്ക് സത്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുമോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? ഈ തമിഴ് രാഷ്ട്രീയം സത്യത്തിൽ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അയ്യോ DMK തകർന്നു, ADMK തകർന്നു, ദ്രാവിഡ രാഷ്ട്രീയം തകർന്നു എന്നൊക്കെയാണ് നമുക്ക് പ്രഥമ ദൃഷ്ടിയ കാണുന്ന ഒരു കാഴ്ച. അത് ആഴങ്ങളിൽ ഇറങ്ങി പരിശോധിക്കണം, എങ്കിലേ നമുക്ക് അതിൻ്റെ ആഴങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ചില സാധനങ്ങൾ പിടികിട്ടുകയുള്ളൂ. എന്തുകൊണ്ട് ഈ പറയുന്നത് പോലെ സ്റ്റാലിൻ അവിടെ തിരിച്ചടി കിട്ടി? അത് വളരെ ക്ലിയറാണ്. ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിരുന്നു. ഈ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, തമിഴ് ജനതയിൽ ഒരു ദേശീയ സ്വത്വബോധം ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഈ DMKക്കെതിരെ തിരിയാൻ അവരെ പ്രേരിപ്പിച്ചു. പക്ഷെ അതിൽ അവർ നോക്കിയപ്പോൾ ആ ദേശീയ സ്വത്വബോധം BJPയിലേക്ക് വോട്ടായി പരിവർത്തനം ചെയ്യാനുള്ള ഒരു അതിനുള്ള ഒരു പാകം ആയിട്ടില്ല. അത് അത്രയ്ക്ക് വെന്ത് എന്താ പറയുക ആയിട്ടില്ല തമിഴ് രാഷ്ട്രീയം. അപ്പോൾ അതുകൊണ്ടാണ് അത് നേരെ വിജയിലേക്ക് പോയിരിക്കുന്നത്. മാത്രമല്ല, വിജയ് ഒരു ഈ പറയുന്നത് പോലെ തമിഴ് സ്വത്വം ഉയർത്തിപ്പിടിച്ച് എന്നാൽ ദേശീയ സ്വത്വത്തിനെതിരായിട്ട് വരാതെ ഈ പറഞ്ഞതുപോലെ ദ്രാവിഡ രാഷ്ട്രീയത്തിനോട് യോജിക്കുന്നു, പക്ഷെ അതിൻ്റെ നിരീശ്വരവാദ മുഖത്തോട് വിയോജിക്കുന്നു. അതുപോലെ ഹിന്ദി എന്ന രാഷ്ട്രഭാഷയോട് യോജിക്കുന്നു, പക്ഷെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ ഞാൻ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയ് കടന്നു വന്നപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം നേരെ വിജയിലേക്ക് പോയി. സത്യത്തിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിജയിക്കേണ്ടത് മറ്റാരെക്കാളും സ്റ്റാലിൻ്റെ ആവശ്യമായിരുന്നു. കാരണം സ്റ്റാലിൻ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ന് നാളെ കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇപ്പോൾ ബംഗാൾ 207 സീറ്റോ 209 സീറ്റോ BJP പിടിച്ചു. പക്ഷേ ആ 209 സീറ്റ് പിടിക്കുമ്പോൾ BJP മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ BJP മനസ്സിലാക്കുന്നത്, നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിച്ചു. നേരത്തെ മമതയെ താഴെ ഇറക്കി ഭരണത്തിൽ കയറുക എന്നത് മാത്രമായിരുന്നു BJPയുടെ ടാർഗറ്റ്, BJPയുടെ ലക്ഷ്യം. ഇനി അതല്ല, ബംഗാളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ഈ 5 വർഷം കൊണ്ട് അതിൽ ഒരു പകുതിയോളം കാര്യങ്ങളെങ്കിലും ചെയ്തില്ലെങ്കിൽ BJPക്ക് വലിയ തിരിച്ചടി കിട്ടും. അതവർക്കറിയാം. ഈ BJP തുടർച്ചയായിട്ട് ഇപ്പോൾ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു, മധ്യപ്രദേശ്, അങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിൽ BJPക്ക് ശക്തമായ വിജയങ്ങൾ, വൻ വിജയങ്ങൾ ഉണ്ടാകുന്നു. കാരണം BJP തുടർച്ചയായിട്ട് അവിടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി വരികയാണ്. അതിനി എന്ത് വില കൊടുത്താണെങ്കിലും BJPയുടെ രാഷ്ട്രീയം, അതിന് BJPയെ നിങ്ങൾ എത്ര വർഗീയ പാർട്ടിയാണെന്നും ഫാസിസ്റ്റ് പാർട്ടിയാണെന്നും നരേന്ദ്രമോദിയെ എത്ര തവണ വേണമെങ്കിലും ഫാസിസ്റ്റ് എന്ന് വിളിച്ചാലും യോഗി ആദിത്യനാഥിനെ വിളിച്ചാലും ഒന്നും അവർ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല. അവർക്ക് വളരെ കൃത്യമായിട്ട് അവരുടെ ലക്ഷ്യം അവർക്കറിയാം. ആ ലക്ഷ്യം അവർ കൃത്യമായിട്ട് പടിപടിയായിട്ട് സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതുപോലെ തന്നെ ഈ തമിഴ് സ്വത്വം നഷ്ടപ്പെട്ടിട്ട് അതും ഈ വടക്ക് നിന്ന് കടന്നു വരുന്ന, ഇവരങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്ന, വടക്ക് നിന്ന് കടന്നു വരുന്ന കാവിക്കാറ്റ്, ആ കാറ്റ് തമിഴ്നാട്ടിനെ പിടിക്കും എന്ന ഒരു ഭയം കൃത്യമായിട്ടും സ്റ്റാലിനുണ്ട്. അപ്പോൾ സ്റ്റാലിൻ നേരിട്ട് BJPയോട് ഏറ്റുമുട്ടാൻ നിന്നാൽ അവിടെ സ്റ്റാലിന് പരിക്കു പറ്റും. BJPക്ക് ഒരവസരം കിട്ടിയാൽ മതി, പിന്നെ സ്റ്റാലിൻ തിരിഞ്ഞു നോക്കണ്ട. ജീവിതത്തിൽ ദ്രാവിഡ രാഷ്ട്രീയം അവസാനിച്ചു, നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ അതുകൊണ്ട് സ്റ്റാലിൻ എന്ത് ചെയ്തു? വളരെ ബുദ്ധിപൂർവം സ്റ്റാലിൻ ഒന്ന് പിന്നിലേക്ക് ആഞ്ഞുകൊണ്ട് തനിക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആ ഭരണവിരുദ്ധ വികാരത്തെ കൃത്യമായിട്ട് വിജയിലേക്ക് ചാനലൈസ് ചെയ്തു. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിജയ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു നേർച്ചക്കോഴിയാണ്. ഇപ്പോൾ വിജയിന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 117 MLA-മാരുടെ പിന്തുണയുണ്ട്. ഈ 108 സീറ്റ് അവർ ജയിച്ചതിൽ ഒരു സീറ്റ് രാജിവെക്കണം. അപ്പോൾ ഫ്ലോറിലെത്തുമ്പോൾ 107 സീറ്റേ ഉള്ളൂ. പ്ലസ് കോൺഗ്രസിന്റെ 5, പിന്നെ ഇടതുപക്ഷത്തിന്റെ 2, പിന്നെ ഈ പറഞ്ഞ ഈർക്കിലി പാർട്ടികളെല്ലാം കൂടെ 117 ആയിട്ടുള്ളൂ. 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് അവരെത്തിയിട്ടില്ല. അതിപ്പോൾ എത്തും, എങ്ങനെയെങ്കിലും അവരെത്തും. അങ്ങനെ വിജയ് അവിടെ മുഖ്യമന്ത്രി ആകുന്നത് വിജയിന്റെ മാത്രം ബുദ്ധിയോ കരുത്തോ അല്ല. വിജയിനെ മുഖ്യമന്ത്രി ആക്കേണ്ടത് ഇപ്പോൾ സ്റ്റാലിൻ്റെ കൂടി ആവശ്യമാണ്. സ്റ്റാലിൻ്റെ മാത്രമല്ല,
ADMKയുടെ ആവശ്യമാണ്. കാരണം ദ്രാവിഡ രാഷ്ട്രീയം രണ്ട് ധ്രുവങ്ങളിലായിട്ട് നിന്ന് പയറ്റേണ്ടത് ഒരു വശത്ത് സ്റ്റാലിൻ്റെയും മറുവശത്ത് എടപ്പാടി പളനിസ്വാമിയുടെയും ആവശ്യമാണ്. ഇവർ രണ്ടുപേരും നല്ല തഴക്കവും പഴക്കവുമുള്ള രാഷ്ട്രീയക്കാരാണ്. ഈ വിജയെ സംബന്ധിച്ച് മറ്റൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇവരെല്ലാം ആദ്യഘട്ടത്തിൽ മന്ത്രിമാരാകുന്നവരാണ്. ആരും പഴയ ആൾക്കാരും യഥാർത്ഥത്തിൽ MLA ആയാലും മന്ത്രി ആയാലും വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ പോകും. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഈ തഴക്കവും പഴക്കവും ചെന്ന ഈ ദ്രാവിഡ നേതാക്കൾക്ക് കൃത്യമായിട്ട് തമിഴ് രാഷ്ട്രീയത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തണം. പക്ഷേ ആ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഒരു വലിയ കൊടുങ്കാറ്റ് ഉയരുന്നുണ്ട്. മുരുക ഭക്ത സംഗമം പോലെയുള്ള പരിപാടികൾ അവിടെ ആസൂത്രണം ചെയ്യപ്പെടുന്നു. വലിയ രീതിയിൽ ഈ യവനികയ്ക്ക് പിന്നിൽ കർട്ടന് പിറകിൽ വലിയ കളികൾ ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ട്. അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒരു വലിയ കേളികൊട്ട് അവിടെ ഉയർന്നിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. അതിനെ മറ്റാരെക്കാളും ഇത് നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകർക്കൊക്കെയുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പുറമേ കാണുന്നതാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്, അന്തർനാടകങ്ങൾ എന്തൊക്കെയാണ്, അന്തർധാരകൾ എന്തൊക്കെയാണെന്നൊന്നും ഇവരെ അറിയുന്നില്ല, അന്വേഷിക്കുന്നില്ല. പഴയകാല പത്രപ്രവർത്തകർക്ക് പത്രങ്ങളിൽ എഴുതിക്കൊണ്ടിരുന്ന പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന പത്രപ്രവർത്തകർക്ക് വളരെ കൃത്യമായിട്ട് ഈ അടിയൊഴുക്കുകൾ മനസ്സിലാവും. പക്ഷേ ഈ പുതിയ മൈക്കും തൂക്കി നടക്കുന്ന നമ്മുടെ ചാനലിലെ പുതിയ പിള്ളേർക്ക് സത്യത്തിൽ ഇത് അറിയില്ല എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ മൈക്കിന്റെ മുന്നിൽ വന്നുള്ള മൈതാന പ്രസംഗവും ഈ പരസ്പരമുള്ള പാരവയ്ക്കലും ഒക്കെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പൊ കേരളത്തിൽ തന്നെ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ചൊല്ലി അടിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? സത്യത്തെ നോക്കൂ, കഴിഞ്ഞ 48 മണിക്കൂറായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കോൺഗ്രസ് മാത്രമാണ്. എവിടെ പോയി CPM? എവിടെ പോയി BJPയുടെ 3 പേര് വിജയിച്ചത്? വളരെ തന്ത്രപരമായിട്ട് കോൺഗ്രസ് ഒരുക്കിയിരിക്കുന്ന ഒരു നാടകമാണത്. കോൺഗ്രസ് മുഖ്യമന്ത്രി എല്ലാം തീരുമാനിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരു നാടകം കളിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾ ഇതൊന്നും അറിയാത്ത റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇതിന്റെ പുറകെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞ് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നത് പോലെ ഈ മാധ്യമങ്ങളെ ഇട്ട് കളിപ്പിക്കുകയാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ. ഇതിവർ തിരിച്ചറിയുന്നില്ല. അതവിടെ നിൽക്കട്ടെ, വിജയിൻ്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ വിജയ് എങ്ങനെയെങ്കിലും 118 സീറ്റ് നേടി പിന്നെ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ആകും, അവിടെ ഭരിക്കാൻ വരും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, വിജയിന് ഭരണപരിചയമില്ല. വിജയിന്റെ കൂടെ വരുന്ന ആർക്കും ഭരണപരിചയമില്ല. ADMK എന്ന് മാറി വന്ന ഒരാളിന്റെ ബലത്തിലാണ് വിജയ് രാഷ്ട്രീയം അവിടെ പുറമെ ഈ PR ഏജൻസികളും മറ്റുമൊക്കെ വലിയ രീതിയിൽ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ PR ഏജൻസികളുടെ പ്രവർത്തനം കൊണ്ട് എന്ത് സംഭവിക്കും നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ BJPക്ക് 140-ൽ ഏതാണ്ടൊരു 125 സീറ്റെങ്കിലും BJPക്ക് കിട്ടണമായിരുന്നു. കാരണം അത്രത്തോളം PR വർക്കുകൾ അവർ ചെയ്തു. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലൂടെ തള്ളിയാൽ അത് വോട്ടാകില്ല. എന്നാൽ വോട്ട് ജനത്തിനെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾക്കുള്ള അവരുടെ മറുപടിയാണ് വോട്ട്. അതാണ് നമ്മളിവിടെ കണ്ടത്. ഈ കോൺഗ്രസ് അനുകൂല UDF അനുകൂല തരംഗമല്ല, പിണറായി വിരുദ്ധ തരംഗമാണ് കേരളത്തിൽ ആഞ്ഞടിച്ചതെന്ന് പരിണിതപ്രജ്ഞരായ രാഷ്ട്രീയ നേതാക്കൾക്ക് അറിയാം. അവരത് വളരെ കൃത്യമായിട്ട് അതിനെ ടാക്കിൾ ചെയ്യും. അത് ഇടതുപക്ഷം അതിൽ നിന്ന് രക്ഷപ്പെടാനും വലതുപക്ഷം അതിനെ കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും. ഇതൊന്നും അറിയാത്ത BJP പാവം ആകാശത്ത് നോക്കി കണ്ണും മിഴിച്ചിരിക്കും. BJP നേതാക്കൾ അപ്പോഴും അവർ വികസന രാഷ്ട്രീയമെന്നും നരേന്ദ്രമോദി എന്ന ഒരു മനുഷ്യൻ്റെ പച്ചയിൽ കേരളത്തിൽ കുറേ വോട്ട് കിട്ടുന്നു. അതിനപ്പുറത്തേക്ക് BJPയുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതിനെക്കുറിച്ച് എത്ര കണ്ട് വളരെ അപൂർവം, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ V മുരളീധരനോ K സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ PK കൃഷ്ണദാസോ പോലെയുള്ള അപൂർവം ചില നേതാക്കൾക്ക് ഇത് മനസ്സിലായിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഈ സോഷ്യൽ മീഡിയ തള്ളുമായിട്ട് നടക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം. നമുക്ക് വിജയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ വിജയ് അവിടെ മുഖ്യമന്ത്രി ആയി എന്ന് തന്നെ ഇരിക്കട്ടെ. എന്തായിരിക്കും വിജയിൻ്റെ ഭാവി? ശ്രീലേക്ക് എന്ത് തോന്നുന്നു? വിജയ് വലിയ രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയില്ല, തകർന്നു പോകുന്നുള്ളതാണ്. തകർന്നു പോകും. എങ്ങനെ? 2 രീതിയിൽ ഉണ്ടാവും. ഒന്ന്, സിനിമാപരമായി ഇത്രയും കാലം ഉണ്ടാക്കിയ ഒരു ഇമേജ് സിനിമയുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. ഒറ്റ വരി പറയാം, സിനിമയിലെ ഹീറോയിസം നടക്കില്ല. ഓക്കെ, അതൊന്നും വളരെ ശരിയാണ്. രണ്ടാമത്തെ കാര്യം, അതായത് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ സർവ്വ മേഖലയിലും
വമ്പൻ പരാജയമായിരിക്കും. ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ അടക്കം കെടുകാര്യസ്ഥത ഉണ്ടാകും, അഴിമതി ഉണ്ടാകും, അഡ്മിനിസ്ട്രേഷൻ അടക്കം കുത്തഴിഞ്ഞു പോകും. ഒരുപക്ഷെ ചീഫ് സെക്രട്ടറിമാരോ മറ്റുള്ളവരോ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. ഒരു ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം അവിടെ ദുഷ്പ്രഭുത്വം വിജയിനെയും വിജയിന്റെ പാർട്ടിയെയും ഇല്ലാതാകും, ചിഹ്ന ഭിന്ന വലിയ ജനവിരുദ്ധ. അതായത് ഈ ആം ആദ്മി പാർട്ടി ഉണ്ടായ കാലത്ത് അതേ അവസ്ഥയാണ്. ആം ആദ്മി പാർട്ടി ഉണ്ടായി വലിയൊരു ബൂം ഉണ്ടായപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണ ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നു വലിയ ഭാവിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഇപ്പോൾ നമുക്ക് നിയതമായ ഒരു ഭരണഘടനയുള്ള ഇപ്പോൾ സംഘപരിവാർ BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഏതെങ്കിലുമൊക്കെ ഘടകങ്ങളിൽ ഒരു കൃത്യമായ പോലും എടുത്താൽ അവർക്കൊരു കൃത്യമായ മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ഒരു എന്താണ് അവരുടെ ആശയം അവർക്കുണ്ടാവും, ഒരു പൊളിറ്റിക്കൽ ഇതുണ്ടാവും. ഇതിപ്പോ ഈ ആൾക്കൂട്ടങ്ങൾ വന്നു ചേരുന്ന പോലെ ഒരു അവസ്ഥയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. DMKക്കും AIDMKക്കും അന്ന് പാർട്ടി രൂപീകരിക്കുമ്പോൾ അവർക്ക് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുണ്ട്. ഈ പ്രത്യയശാസ്ത്രം ഇല്ലാത്തൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിജയ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഒരു ദിവസം തോന്നുന്ന വിജയ് എന്ന് തോന്നുന്ന ഒരു സിനിമാക്കാരൻ ഒരു ദിവസം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ തോന്നുന്നു. ആ രാഷ്ട്രീയ പാർട്ടി ഫാൻസുകൾ ചേർന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നു. അതിനൊരു 5 വർഷത്തിനപ്പുറം നിലനിൽപ്പുണ്ട് എന്ന് പോലും എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. വിജയ് ഒരു സുപ്രഭാതത്തിൽ വന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതല്ല. വിജയിന്റെ പുറകിൽ ഒരു വലിയൊരു ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് ഉണ്ട്, വളരെ കൃത്യമായിട്ട് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുള്ള ഒരു മതപരിവർത്തന ലോബി. പക്ഷെ അത് വിലപ്പോകില്ല എന്ന് കണ്ടപ്പോ ചെറിയ രീതിയിൽ വിജയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ഫലം ചെയ്യില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം ഈ മുരുകഭക്ത സംഘമൊക്കെ ഉണ്ടായതോടുകൂടി ഈ രീതിയിൽ തുടരാൻ കഴിയില്ല എന്നുള്ളത് നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് ആരോ ഉപദേശിച്ചു കൊടുത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരുപ്പുറംകുன்றത്തൊക്കെ പോകാനുള്ള കാരണം അതാണ്. അല്ലാതെ കംപ്ലീറ്റ് മാറ്റം വന്നിട്ടല്ല, മാനസികമായി ഉണ്ടായ മാറ്റമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ പക്ഷേ അത് വലിയ രീതിയിൽ വിലപ്പോകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രശ്നം കൂടി ആം ആദ്മി പാർട്ടി പറഞ്ഞിട്ട് അതെ, ആം ആദ്മി പാർട്ടിക്ക് സമാനമായ അതായത് അഴിമതി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആം ആദ്മി പാർട്ടിയുടെ കൊടിയ അഴിമതിയിൽ മുങ്ങിപ്പോയി. അതായത് അഴിമതി എന്ന് പറഞ്ഞാലും പോരാ, ഇപ്പോ കെജ്രിവാളൊക്കെ ഉണ്ടാക്കിയ മണിമന്ദിരങ്ങളും കെജ്രിവാളൊക്കെ ഉണ്ടാക്കിയ ആ ഒരു ഇമേജ് ചെരുപ്പിടാതെ പുറത്തു നടക്കുകയും കോടികൾ വിലമതിക്കുന്ന ബംഗ്ലാവിൽ താമസിക്കുകയും ചെയ്യുന്ന ഒരാളായി മാറി എന്നുള്ളതാണ്. പക്ഷെ ഇത് ആദ്യം തിരിച്ചറിഞ്ഞ അണ്ണാ ഹസാരെ മൂവ്മെന്റിൽ നിന്ന് പിന്മാറി അതിനുശേഷം ആം ആദ്മി പാർട്ടി തകർന്നതുപോലെ തന്നെ ആൾക്കൂട്ടങ്ങൾ തകരുന്നത് പോലെ തന്നെ ആം ആദ്മി പാർട്ടിയെ തകർത്തതാരാ? BJP ആണോ കോൺഗ്രസ് ആണോ? അതിൽ കോൺഗ്രസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും കോൺഗ്രസ്. കാരണം ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെതിരെയാണ് ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടുവന്നത്. സത്യത്തിൽ അതിന്റെ ഫലം കിട്ടേണ്ടിരുന്നത് അന്ന് പ്രതിപക്ഷത്തിരുന്ന BJPക്കാണ്. പക്ഷെ BJPക്ക് കിട്ടേണ്ട അതിനെ റാഞ്ചി കൊണ്ടുപോയി. ഈ കഴുകൻ ഇങ്ങനെ വളരെ ഉയരത്തിൽ പറന്നിട്ട്, കഴുകനും പരന്തും ഒക്കെ പറന്നിട്ട് ഈ താഴെ ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചിക്കിച്ചകഞ്ഞ് നടക്കും. ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ പുറകേ കൂടെ വന്ന് ശബ്ദമുണ്ടാക്കാതെ വന്ന് ചിറകടിക്കാതെ വന്നിട്ട്. പക്ഷെ ഡൽഹിയിൽ ഗുണം ചെയ്തത് ആം ആദ്മി പാർട്ടിക്ക് ഗുണം ചെയ്തു കോൺഗ്രസിന്റെ പതനം ഡൽഹിയിൽ മാത്രം അല്ല. അത് ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. അപ്പോൾ ഇതിങ്ങനെ പറന്ന് വന്ന് പിന്നിലൂടെ വന്ന് ഈ തള്ളക്കോഴി കാണാതെ കോഴിക്കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ട് പോകുന്നത് പോലെ സത്യത്തിൽ അവിടെ പ്രതിപക്ഷമായിരുന്ന BJPക്ക് കിട്ടേണ്ട ഒരു മെറിറ്റ് ഇവരെ റാഞ്ചിക്കൊണ്ട് പോയപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചു നാളെങ്കിലും BJP അകറ്റി നിർത്തണം. അപ്പൊ ഞങ്ങളില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കും വേണ്ട. അതായത് പട്ടിയൊട്ട് പുല്ല് തിന്നൂല്ല, പശുവിനെ തീറ്റിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ BJP വരാതിരിക്കാൻ ഇവരൊരു കളി കളിച്ചു. എങ്ങനെയെന്ന് ചോദിച്ചാൽ 2004 വർഗീയ ശക്തികളെ അകറ്റി നിർത്തുന്നു എന്ന ഒരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് എന്ന വ്യാജേന ഈ ഇടതുപക്ഷം 54 MP-മാരുണ്ടായിരുന്നു. ഇവർ പിന്തുണ നൽകി കോൺഗ്രസിനെ അധികാരത്തിൽ കയറ്റിയിട്ട് പുറകിലിരുന്ന് ചരട് വലിച്ചല്ലോ. അവർക്ക് പല ഉദ്ദേശമുണ്ട്. ലാവ്ലിൻ കേസ് മുതൽ ഇങ്ങോട്ട് പലതും സെറ്റിൽ ചെയ്യണമായിരുന്നു. അതിന് കോൺഗ്രസിനെ നന്നായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. ഈ കോമൺ മിനിമം പ്രോഗ്രാം CMP എന്ന് പറയുന്നത് വേറൊന്നുമല്ല, CPM നടത്തിയിരിക്കുന്ന രാജ്യാന്തര അഴിമതികൾ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടുന്ന അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി തൊട്ട് കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടറി വരെ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു നാടകമാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതുപോലെ കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് ആം ആദ്മി പാർട്ടിയെ മുന്നിൽ നിർത്തി അവിടെ ഒരു കളി കളിച്ചു. അങ്ങനെ കെജ്രിവാൾ ഭരണത്തിൽ വന്നു. പക്ഷെ കെജ്രിവാൾ എന്താ ചെയ്തത്? കെജ്രിവാൾ ഇതിനേക്കാൾ വലിയ സൂത്രശാലിയാണ്. കെജ്രിവാള് ഒരിക്കലും വിജയിക്കാത്ത ഒരു ബില്ല് കൊണ്ടുവന്ന് നിയമസഭയെ കൊണ്ടുവന്ന് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ പേരിൽ രക്തസാക്ഷി പരിവേഷം എടുത്ത് രാജിവെച്ചു. എന്നുവെച്ചാൽ എന്നിട്ട് ജനങ്ങളെടുത്ത് പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം തരൂ, എങ്കിൽ ഞാൻ അത്ഭുതങ്ങൾ കാണിക്കാം. അവിടെയും കോൺഗ്രസ് ഒന്ന് താഴ്ന്നു കൊടുത്തു.
കാരണം കെജ്രിവാൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി വന്നു. പിന്നീട് അത് നമുക്കറിയാം ചരിത്രം, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴവസാനം കോൺഗ്രസ് കെജ്രിവാളിന് കൊടുത്തുകൊണ്ടിരുന്ന വോട്ട് തിരിച്ചു പിടിച്ചപ്പോൾ കോൺഗ്രസ് ജയിച്ചില്ല, പക്ഷെ കെജ്രിവാൾ 8 നിലയെ പൊട്ടി. ബിജെപിയുടെ വോട്ടും പിടിച്ച് ചരിത്രത്തിൽ ഒരു പാർട്ടിക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും കോൺഗ്രസ്സുകാരൊക്കെ വർഷങ്ങൾ ഭരിച്ച ശേഷം ഇത്രയും വലിയ അഴിമതിക്കാരായി. പക്ഷെ കെജ്രിവാൾ വളരെ പെട്ടെന്ന് അഴിമതിക്കാരനായി. പക്ഷെ എന്നിട്ടും ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ബദലായി ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞു വന്നത്. അതുകൂടാതെ നരേന്ദ്രമോദിക്ക് ബദൽ എന്ന രീതിയിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരടക്കം സ്വപ്നം കണ്ടിരുന്നത് കന്യാകുമാരി എന്നുവെച്ചാൽ മോദിക്കൊരു ബദൽ കെജ്രിവാൾ. പപ്പു, വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചത് സത്യത്തിൽ ആരാണ്? എനിക്ക് തോന്നുന്നത് BJP-ക്കാരല്ല. അത് ഈ കെജ്രിവാളിനെ പോലെയുള്ള ആൾക്കാരും VS അച്യുതാനന്ദനെ പോലെയുള്ള ആൾക്കാരും ഒക്കെയാണ് ഈ രാഹുൽ ഗാന്ധിയെ അമുൽ ബേബി എന്നും പപ്പു എന്നും ഒക്കെ വിളിച്ചു തുടങ്ങിയത്. അത് പോട്ടെ. അപ്പൊ വിജയ് ചെയ്യാൻ പോകുന്നതും അതുപോലെയാണ്, അതേ മണ്ടത്തരം. അതായത് വിജയ് ഇപ്പൊ എന്ത് ചെയ്യും? സത്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഈ വിജയ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഭരണമൊക്കെ കയ്യിലേക്ക് വരുമെന്ന്. അല്ല, ആദ്യം ഒരു ഗ്രൗണ്ടൊക്കെ വിജയ് പ്രതീക്ഷിച്ചിരുന്നത് അവിടെ ഈ ADMK BJP സഖ്യം ഉണ്ടല്ലോ, ഇവരുടെ പിന്തുണയോടുകൂടി ഭരണത്തിൽ വിജയ് BJP-യെ കുറിച്ച് പറയുന്നത് എന്താണ്? ആദർശപരമായ എതിരാളി എന്ന് മാത്രമാണ്. DMK ആരാ? രാഷ്ട്രീയ എതിരാളി. നോക്കി എന്തൊരു കോമാളിത്തരം, ഒരു ആദർശപരമായ എതിരാളി. അപ്പൊ BJP-യോട് രാഷ്ട്രീയമായ യോജിപ്പുണ്ട്, BJP രാഷ്ട്രീയ എതിരാളിയാണ്. അതേസമയം സ്റ്റാലിൻ ആദർശപരമായ എതിരാളിയല്ല, രാഷ്ട്രീയ എതിരാളി മാത്രമാണ്. ഇതൊക്കെ ഒരു എന്താ പറയാ, യാതൊരു നിലപാടുമില്ലാത്ത, ഒരു പ്രത്യയശാസ്ത്രത്തിന്റെയും പിൻബലമില്ലാത്ത ആൾക്കാരാണ്. ഇതൊക്കെ വാസ്തവത്തിൽ ഇതാണ് രാഷ്ട്രീയവാദം. ഇനി അങ്ങനെ മുല്ലപ്പൂ വിപ്ലവം പോലെ തന്നെ ഉണ്ടായ അതേപോലെ ഉണ്ടായ സംഭവം അവിടെ തന്നെ തകർന്നു പോകുന്നു. ഇതിന്റെ പുറകിലൊക്കെ വേറെ ചില ഇന്റർനാഷണൽ അജണ്ടകൾ, തീർച്ചയായും ആ അജണ്ടകളാണ് ഇവിടെ എല്ലാം വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വിജയ് ഇങ്ങനെ വരും, ഈ പറഞ്ഞ പോലെ കുറച്ചുനാൾ ഭരിക്കും, ഒരു 6 മാസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഭരിക്കും. അത് കഴിയുമ്പോൾ വിജയന് മനസ്സിലാവും ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല, അപകടമാണ്, ഇത് പിന്നെ ഭരണം സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നില്ല, വലിയ തിരിച്ചടികളുണ്ട്. ഇത് ഇനി ബാക്കി 4.5 വർഷം കൂടെ പോയാൽ നിലം പരിശാവും. പിന്നെ തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു സാധ്യതയില്ലാത്ത പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തും എന്ന് വിജയന് മനസ്സിലാവും. അപ്പൊ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ഉടായ്പുണ്ടാക്കി രാജിവെക്കും. എന്നിട്ട് രക്തസാക്ഷി പരിവേഷം, എന്നെ കൊന്നു, എന്നെ കൊലയ്ക്ക് കൊടുത്തു, ഇനി പിന്നെ ഞാൻ നിങ്ങളടുക്കലേക്ക് വരികയാണ്, എനിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നൽകും എന്നും പറഞ്ഞ് ഈ 6 മാസം കൊണ്ട് കുറേ ജനപ്രിയ പരിപാടികൾ പ്രഖ്യാപിക്കും. ഒന്നും നേരെ ചൊവ്വേ നടക്കാൻ പറ്റില്ല. അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, ഈ ഖജനാവ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു കലയാണ്. അത് അത്ര പെട്ടെന്നൊന്നും കയ്യിൽ വരുന്ന ഒരു സാധനമല്ല. അത് മാത്രമല്ല, ഇപ്പോൾ DMK-യും വലിയ വെല്ലുവിളി ഉയർത്താൻ പോകുന്ന DMK ADMK-യും വളരെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അവർ അവസരം നോക്കിയിരിക്കുകയാണ്. അവർക്ക് രണ്ടുപേരുടെ ആവശ്യം, അവർക്ക് തിരിച്ചു ഞങ്ങൾ മതി ഇവിടെ, ഞങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന 5 കൊല്ലം നീ 5 കൊല്ലം ഞാൻ. അതിനൊരു മാറ്റം വന്നപ്പോഴാണല്ലോ ഇപ്പോൾ DMK-ക്ക് ഇത്രയും വലിയ തിരിച്ചടി കിട്ടിയത്. ഈ ഒരു സാഹചര്യം തമിഴ്നാട്ടിൽ അവര് വളരെ സൂക്ഷ്മമായിട്ടിരിക്കുകയാണ്. അവരതുകൊണ്ട് തന്നെ നല്ല ഒന്നാന്തരം വാരിക്കുഴികൾ കുടിച്ചു വയ്ക്കും. വിജയ് അതിനകത്ത് വീഴും. ഈ പറഞ്ഞതുപോലെ വിജയ് രക്തസാക്ഷി പരിവേഷമൊക്കെ അണിഞ്ഞുകൊണ്ട് വീണ്ടും മത്സര രംഗത്തേക്ക് വരും. പക്ഷേ വിജയ് ഒന്നുമല്ലാതായി തീരും. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവസരങ്ങളുടെ കലയാണ്. അവിടെ നല്ല തഴക്കവും പഴക്കവും ചെന്ന, അതായത് ഈ എണ്ണം പറഞ്ഞു വെട്ടാനറിയുന്ന നല്ല ഒന്നാന്തരം മെയ് വഴക്കമുള്ള അഭ്യാസികളുടെ തട്ടകമാണത്. അവിടെ DMK-യും ADMK-യും ഒന്നും മോശമല്ല. നോക്കൂ, അവിടേക്ക് ഈ ദേശീയ തലത്തിൽ നിന്ന് വലിയ പിന്തുണയുമായിട്ട് വന്നിട്ട് പോലും അണ്ണാമലയ്ക്ക് പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ്. അണ്ണാമല ആയതുകൊണ്ട് പിടിച്ചു, അതും വർഷങ്ങളായിട്ട് BJP അവിടെ 3% വരെ വോട്ട് ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. ആ BJP-യാണ് ഏതാണ്ട് 12% അണ്ണാമല എത്തിച്ചത്. അതിന്റെ ഒരു 4 ഇരട്ടി വോട്ട് അണ്ണാമലയ്ക്ക് സമാഹരിക്കാൻ സാധിച്ചു. ആ അണ്ണാമലയ്ക്ക് പോലും തമിഴ് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ്. അവിടേക്കാണ് ഈ പറഞ്ഞ വിജയ് ഈ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാതെ, ഈ അഭ്യാസങ്ങൾ ശരിക്കും അറിയാതെ വിജയ് ഇറങ്ങിയിരിക്കുന്നത്.
അത് അതിൻ്റെ പുറകിലെ ശക്തികൾക്ക് അത് വൈകാതെ മനസ്സിലാവും. അത് ഗവർണർക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗവർണർ കൃത്യമായി അല്ല, അത് ഗവർണർ നിയമം അനുസരിച്ച് പോവാണ്. അപ്പോൾ ഗവർണർക്ക് ഇതിനകത്ത് ഗവർണർക്ക് അറിയാം പ്രത്യേകിച്ച് ലക്ഷ്യം നടക്കില്ല എന്നറിയാം. ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. വിജയ് വന്നാലും ഈ സർക്കാരിന് എത്ര ആയുസ് ഉണ്ടാകും എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. കാരണം അദ്ദേഹം നല്ല രാഷ്ട്രീയക്കാരനാണ്. ഗോവൻ രാഷ്ട്രീയത്തിൽ നല്ലവണ്ണം കളിച്ച് വളർന്നു വന്ന ഒരാളാണ്. അത് BJPയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ രാഷ്ട്രീയം കണ്ട് അതുമായിട്ട് സമരസപ്പെട്ട് നിന്ന് പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാം, മനസ്സിലാകും. അതുകൊണ്ട് ഗവർണറെ ഈ കാര്യത്തിൽ നമ്മൾ പിന്നെ ഗവർണർ കളിക്കുകയാണ്, ഗവർണർ അവിടെ പിന്നെ വിജയിനെ പിന്നെ കുതികാൽ വെട്ടുകയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗവർണർ നിയമം അനുസരിച്ച് പോവും. പക്ഷേ ഇപ്പോൾ ഈ കോൺഗ്രസും ഈ CPM-ഉം ഒക്കെ DMKയുടെ അടുക്കൽ നിന്ന് മാറി വിജയിന് പിന്തുണ കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ പോലും സ്റ്റാലിൻ്റെ ബുദ്ധിയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സ്റ്റാലിന് വളരെ കൃത്യമായിട്ട് BJPയുടെ വരവ് തടഞ്ഞു നിർത്തണം. BJPയുടെ വരവ് തടഞ്ഞു നിർത്താൻ ഇന്നത്തെ നിലയ്ക്ക് വലിയ പ്രയാസമാണ്. കാരണം ബംഗാൾ സ്റ്റാലിൻ്റെ മുന്നിലുണ്ട്, ഒരു വലിയ പാഠമാണ് ബംഗാൾ. അതുകൊണ്ടാണ് സ്റ്റാലിൻ നോക്കൂ, അവിടെ മമത വീണപ്പോൾ പകരം ഇടതുപക്ഷമോ കോൺഗ്രസോ അല്ല കയറിയത്, അവിടെ BJPയാണ് കയറിയത്. ഇനിയൊരു തിരിച്ചുവരവ് മമതയ്ക്കും സാധ്യമല്ല, കോൺഗ്രസിന് സാധ്യമല്ല, ഇടതുപക്ഷത്തിന് സാധ്യമല്ല. ഇനി ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് അതൊരു വലിയ വിഷയമാണ്, അത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു സൂചന മാത്രം ഞാൻ പറയാം. BJP രണ്ടായിട്ട് പിളരും. BJPയിൽ ഒരു മൃദു ഹിന്ദുത്വ സമീപനവും കുറെ കൂടി കർക്കശമായ ഹിന്ദുത്വ സമീപനമുള്ള ഒരു വിഭാഗവുമായിട്ട് BJP മാറും. അങ്ങനെ BJP ഈ രണ്ടായിട്ട് ആശയപരമായിട്ട് BJPക്കുള്ളിൽ ഈ രണ്ട് ധ്രുവങ്ങൾ ഉണ്ടാവുകയും അവർ തമ്മിൽ ശക്തമായൊരു മത്സരം നടക്കുകയും ചെയ്യും. അതിൽ ഭാവിയിൽ ഈ തീവ്രമായ കർക്കശമായ ഹിന്ദുത്വ നിലപാടുകൾ ഉള്ള വിഭാഗമായിരിക്കും ജയിച്ചു വരിക. മൃദു ഹിന്ദുത്വ സമീപനമുള്ളവർ പതുക്കെ പതുക്കെ പിന്നിലേക്ക്, അതിന് കുറച്ച് വർഷങ്ങൾ എടുക്കും. പക്ഷെ BJPയുടെ രാഷ്ട്രീയം അതാണ്, BJP ലക്ഷ്യം വെക്കുന്നതും അത് തന്നെയാണ്, ഒരു സംശയവുമില്ല. അത് BJP സാധിച്ചിരിക്കും. അതിനുള്ള അടുത്ത രണ്ടാം തലമുറ, മൂന്നാം തലമുറ, നാലാം തലമുറയെ BJP കൃത്യമായി വാർത്തെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ്സിന് ഇതിനെ നേരിടാൻ കഴിയില്ല. അവർ ഈ പറയുന്നത് പോലെ മുസ്ലിം ജനവിഭാഗത്തെയും മറ്റുമൊക്കെ കുറേ കാലം കൂടി തെറ്റിദ്ധരിപ്പിച്ച് ഇതിനകത്ത് കൂടെ നിർത്തി രാഷ്ട്രീയം കളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളത് ഈ പ്രാദേശിക പാർട്ടികളാണ്. ആ പ്രാദേശിക പാർട്ടികളെ ഒന്നൊഴിയാതെ BJP വിഴുങ്ങും, ഒരു സംശയവുമില്ല. അതിപ്പോൾ വരാൻ പോകുന്ന UP തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കുറെ കൂടി വ്യക്തമാകും. തമിഴ്നാട്ടിൽ പിടിച്ചു നിൽക്കാനുള്ള സ്റ്റാലിൻ്റെ അവസാന ശ്രമമാണിത്. ഇത് ഒരു ഈ പറയുന്നത് പോലെ 2029 സ്റ്റാലിന് അറിയാം, ഇനിയിപ്പോൾ വിജയ് വീണില്ലെങ്കിൽ കൂടി, വിജയ് സർക്കാർ വീണില്ലെങ്കിൽ കൂടി 2029 1 നേഷൻ 1 ഇലക്ഷൻ വരും എന്ന് സ്റ്റാലിന് അറിയാം. അന്ന് തിരിച്ചു വരാനുള്ള ഒരുക്കങ്ങളാണ് സ്റ്റാലിൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് വിജയിനെ തൽക്കാലം മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുന്നത് പോലും. അവിടെ വളരെ കൃത്യമായി സ്റ്റാലിൻ്റെ കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അത് വിജയിച്ചുകൊണ്ടിരിക്കുന്നു. BJP നിശബ്ദമായി ഗാലറിയിലിരുന്ന് കളി കാണുകയാണ്. മോട്ടാഭായിയും സഫേദ് ധാഡിയും ഒക്കെ വളരെ കൃത്യമായിട്ട് തൽക്കാലം നമ്മൾക്ക് കളം പിടിക്കണ്ട എന്ന് പറഞ്ഞ് ഗാലറിയിലിരുന്ന് കളി കാണുകയാണ്. കളി നടക്കട്ടെ. വിജയ് എത്രയിടം വരെ പോകും, സ്റ്റാലിൻ്റെ നിലപാട് എന്തായിരിക്കും, ഭാവിയിൽ തമിഴ് രാഷ്ട്രീയം എങ്ങനെയൊക്കെ മാറി മറിയും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.